അല്ലെങ്കിൽ കുറച്ച് വട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുള്ളൂ കേട്ടോ. ചില വണ്ടികളൊക്കെ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്തതിന് ശേഷം വീട്ടിൽ വന്നതിന് ശേഷം ആ ഒരു വണ്ടി ഓടിച്ചതിൻ്റെ ഫീൽ ഉണ്ടല്ലോ നമുക്ക് മാറാതെ നിൽക്കും കേട്ടോ. സോ അങ്ങനത്തെ ഒരു വണ്ടിയാണ് റീസെൻ്റ് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോയത്. പറയാൻ പോകുന്നത് നമ്മുടെ കവാസാക്കി KLX 230 പറ്റിയാണ്. ആക്ച്വലി ഈ ഒരു വണ്ടി ഓടിക്കാൻ ചെന്ന സമയത്ത് ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഒരു ഷോറൂമിൽ ഒരാൾ വന്ന് എന്നോട് പറഞ്ഞു, ചേട്ടാ ഈ ഒരു വണ്ടി കൊണ്ട് വീലിയൊന്നും അടിക്കില്ലേ, പതുക്കെ പോണേന്ന്. ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് വണ്ടിയാണ്. നമുക്ക് വണ്ടി ഇരിക്കുമ്പോൾ തന്നെ ഫ്രണ്ടൊക്കെ ചുമ്മാ പൊങ്ങി വരുന്ന പോലെ ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ വീലിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. മേ ബി അതുകൊണ്ടൊക്കെ ആയിരിക്കും അവൻ പറഞ്ഞത് കേട്ടോ. കോഴ്സൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിനെ ബീറ്റ് ചെയ്യാനായിട്ട് കുറേ അധികം വണ്ടികളൊക്കെ മാർക്കറ്റിലുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ അതെല്ലാം കയറി കളിയാം. കാരണം നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ നിലവിൽ ഇറങ്ങിയത് വെച്ചിട്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലൊരു ഡേറ്റ് ബൈക്ക്, നമ്മളൊരു ഇന്റർനാഷണൽ ഡേറ്റ് ബൈക്കിൻ്റെ ഒക്കെ രീതിയിൽ മോഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എക്സാക്ട്ലി സെയിം ലുക്കുള്ള ഒരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിയിൽ അത് വേറൊരു വണ്ടി നിലവിലില്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ വെരി പവർഫുൾ മെഷീൻ ഒന്നുമല്ല, ബട്ട് ഭയങ്കര ഫണ്ണാണ് ഓടിക്കാനായിട്ട്. ആകെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിക്ക് കോസ്റ്റ് വരുന്നത് വെച്ചാൽ 4.2 lakhs ആണ് നമ്മുടെ ഓൺ റോഡ് കോസ്റ്റ് വരുന്നത്. സോ 4,20,000 രൂപയ്ക്ക് ഇങ്ങനൊരു വണ്ടി വാങ്ങിക്കണോ വേണ്ടയോ എന്നുള്ളതാണ് മിക്ക ആളുടെ മുന്നിലുള്ള ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ ആദ്യമേ ഞാൻ പറഞ്ഞത് ഈ ഒരു വണ്ടി വാങ്ങിക്കണമെങ്കിൽ നമുക്ക് കുറച്ചെങ്കിലും തലയ്ക്ക് വട്ട് വേണമെന്ന്. നിങ്ങളുടെ അഭിപ്രായത്തിൽ 4.2 lakhs ഈ ഒരു വണ്ടി വാങ്ങിക്കുന്നത് നഷ്ടമാണോ ലാഭമാണോ, അല്ലെങ്കിൽ അത് വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ കുറച്ച് വട്ടുണ്ടെങ്കിൽ വാങ്ങിക്കുള്ളൂ എന്നാണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നമ്മുടെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യും. അപ്പോൾ ഇനി ഇതുപോലെ മോട്ടോർ സൈക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.